ഈ ചില ആൾക്കാരെ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ പോയി അവരെ അത് അങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ വരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവർ ഏതെങ്കിലും വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കാനേ നമ്മളെ കൊണ്ട് ചില സാഹചര്യങ്ങളിൽ പറ്റുള്ളൂ. അത് എല്ലാവരെയൊക്കെ ഉപദേശിച്ച് ഭയങ്കര നല്ല വഴിയിൽ വരുത്തുക അത് അത്ര എളുപ്പമുള്ള കാര്യം സാരമില്ല, അത് പോട്ടെ. പക്ഷേ അത് വേറൊരു പ്രശ്നം എന്നറിയാമോ? അവൻ നശിച്ചു പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് അവന്റെ മുമ്പിൽ പോയി ഡയലോഗ് അടിക്കണ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഉണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്കണം. അതായത് അവൻ നശിച്ചു പോകണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഇന്ന് വചനത്തിൽ പറയുന്നത് നന്നാകുമെന്ന് പ്രതീക്ഷയുള്ളപ്പോൾ നിന്റെ മകനെ ശിക്ഷിക്കുക. അവൻ നശിച്ചു പൊയ്ക്കൊള്ളട്ടെ എന്ന് കരുതരുത്. മകന്റെ കാര്യമാണ് വചനത്തിൽ പറയാം. ഈ മകള് നശിച്ചു പൊയ്ക്കോട്ടെ എന്ന് ഏതെങ്കിലും മാതാപിതാക്കന്മാർ കരുതൂ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര ആധികാരികമായിട്ട് പറയാൻ എനിക്ക് കരുതുന്നില്ലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അയാൾ നശിച്ചു പൊയ്ക്കോട്ടെ എന്ന് കരുതി അയാൾക്ക് ഉപദേശം കൊടുക്കുന്ന സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അയാൾ നശിച്ചു പോയിക്കോട്ടെ, അയാൾ അങ്ങ് പൊളിഞ്ഞ് പാളീസാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കുറെ ഉപദേശങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കും. ചെയ്യട്ടെ എന്നും പറഞ്ഞ് അവരെ ഇങ്ങനെ ഉന്തി ചില കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടോ എന്നാണ് നമ്മളിവിടെ ആത്മശോധനയെ നോക്കേണ്ടത്. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.